നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. അമേരിക്കയായിരുന്നു ബ്രസീലിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ നേടിയിട്ടുള്ളത്. റോഡ്രിഗോ ബ്രസീലിന് വേണ്ടി ലീഡ് നേടിയപ്പോൾ ക്രിസ്ത്യൻ പുലിസിച്ചാണ് ഫ്രീ കിക്കിലൂടെ അമേരിക്കക്ക് സമനില ഗോൾ നേടിക്കൊടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയോട് 1-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെട്ട ടീമാണ് അമേരിക്ക. ആ അമേരിക്കയാണ് ഇപ്പോൾ ബ്രസീലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. പുതിയ പരിശീലകൻ ഡൊറിവാൾ ജൂനിയർക്ക് കീഴിൽ ആകെ 4 മത്സരങ്ങളാണ് ബ്രസീൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. 2 വിജയത്തോടൊപ്പം 2 സമനിലയും അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. 8 ഗോളുകൾ നേടിയപ്പോൾ 6 ഗോളുകൾ വഴങ്ങി. അവസാനത്തെ 2 മത്സരങ്ങളും പോസിറ്റീവോട് കൂടിയാണ് ഈ പരിശീലകൻ പരിഗണിക്കുന്നത്. ഇതൊരു തയ്യാറെടുപ്പ് ഘട്ടം മാത്രമാണെന്നും എല്ലാവർക്കും പരസ്പരം അറിയുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും ഡൊറിവാൾ ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കാൻ ഇതുവഴി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഒരു തയ്യാറെടുപ്പ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പരമാവധി എല്ലാവർക്കും അവസരം നൽകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിന് സാധിച്ചിട്ടുമുണ്ട്. ഗ്രൂപ്പിനകത്ത് പരസ്പരം താരങ്ങൾ അടുത്തറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മത്സരങ്ങളും മികച്ചതായിരുന്നു. ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവസരം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായും വിജയം തന്നെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഈ മത്സരത്തിൽ വിജയം ലഭിക്കാത്തതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. പക്ഷെ ഇത് ആസ്വദിക്കാൻ പറ്റിയ ഒരു മത്സരമായിരുന്നു. ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ള പല താരങ്ങളും മോശം പ്രകടനമായിരുന്നു മത്സരത്തിൽ നടത്തിയിരുന്നത്. മികച്ച ഗോൾ അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു. അതേസമയം പകരക്കാരായി വന്ന പല താരങ്ങളും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. ഇനി കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.